തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ശബരിക്കൊപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ പേരായിരുന്നു മുട്ടട സ്ഥാനാർത്ഥി KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വൈഷ്ണ സുരേഷിൻ്റെത്. എന്താണ് മുട്ടട ഇത്തവണ തിരികെ പിടിക്കും, മുട്ടട ആരുടെയും കോട്ടയല്ല എന്നൊക്കെയാണ് വൈഷ്ണ ഓരോ പ്രചരണ സമയത്തും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ വൈഷ്ണയുടെ വോട്ട് സംബന്ധിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു പരാതി പോവുകയും അത് CPM ഒരു പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ധനേഷ് കുമാർ എന്ന് പറയുന്ന മുട്ടയുടെ ബ്രാഞ്ച് അംഗമാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത്. അതേ ബ്രാഞ്ച് അംഗത്തിന്റെ വീട്ടു നമ്പറിൽ 22ഓളം വോട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇനിയിപ്പോൾ കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുകയാണ്. തീർച്ചയായും തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുക എന്ന വലിയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നഗരസഭയിലെ വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. KS ശബരിനാഥിനെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും അരുവിക്കര മുൻ MLA-യുമായ KS ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കി, അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയെ ഔദ്യോഗിക മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണിച്ചാണ് കോർപ്പറേഷനിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അവിടെ ശബരിയെപ്പോലെ തന്നെ വൈഷ്ണ സുരേഷ് കേരളം മൊത്തം ചർച്ച ചെയ്ത ഒരു പേരാണ്. KSUവിൻ്റെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റാണ്. അതുമാത്രമല്ല 23 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയതിലൂടെ കോൺഗ്രസ് നൽകിയ സന്ദേശം വളർന്നു വരുന്ന ആളുകളെ കൂടി കോൺഗ്രസ് പരിഗണിക്കുന്നു. അതാ സ്ഥാനാർത്ഥി പട്ടിക മൊത്തം പരിശോധിക്കുമ്പോൾ അറിയാലേ, സ്ത്രീകളെ, യൂത്ത് കോൺഗ്രസിനെ, KSUവിനെയൊക്കെ നന്നായിട്ട് പരിഗണിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായും തിരുവനന്തപുരത്ത് മാത്രമല്ല എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ അർഹമായ പ്രാതിനിധ്യം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല വൈഷ്ണ ഒരു സ്റ്റാർ കാൻഡിഡേറ്റായി മാറി. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം തന്നെ വൈഷ്ണ ഒരു സ്റ്റാർ കാൻഡിഡേറ്റായി മാറി എന്നതിൽ ഒരു തർക്കവുമില്ല. ഇതുതന്നെയാണ് CPM-നെ വിരളി പിടിപ്പിച്ചിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഈ വൈഷ്ണയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോർപ്പറേഷനിൽ ഒരു പരാതി നൽകുകയാണ്. വൈഷ്ണയുടെ വോട്ടുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും CPM ഭരിക്കുന്ന കോർപ്പറേഷൻ വൈഷ്ണയുടെ വോട്ട് തള്ളുന്ന രൂപത്തിലേക്ക് പോവുകയും അല്ലെങ്കിൽ വൈഷ്ണയ്ക്ക് ആ ഡിവിഷനിൽ വോട്ടില്ലാത്ത തരത്തിൽ ഒരു നിലപാട് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് ഹൈക്കോടതിയെ കോൺഗ്രസ് സമീപിച്ചത്. അതുമാത്രമല്ല ഈ കേസിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ CPM നേതാവിൻ്റെ വീട്ടു നമ്പറിൽ 22 വോട്ടുകൾ ഉണ്ടെന്നാണ് പുറത്തു വന്ന വിവരം. അതായത് വലിയ ഒരു കളവിന് കൂട്ടുനിന്ന വ്യക്തിയാണ് വൈഷ്ണയ്ക്കെതിരെ ഇത്തരത്തിൽ ഒരു പരാതി നൽകിയത്. ബീഹാറിൽ ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ വോട്ട് ചോരി ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിലെ തിരുവനന്തപുരം നഗരസഭയിലും വോട്ട് ചോരി, കള്ളവോട്ടുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമായിട്ടും അതിനു മറുപടി പറയാൻ കഴിയാത്ത CPM ഈ വിഷയത്തിൽ ഒളിച്ചു കളിക്കുന്ന ഒരു നിലപാടാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇനി മറുപടി പറയേണ്ടത് CPM-ന്റെ ജില്ലാ നേതൃത്വമാണ്. പക്ഷേ വൈഷ്ണയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരടി പിറകോട്ട് പോകുന്നില്ല. ഈ വിഷയത്തിൽ കൃത്യമായി കോടതിയെ സമീപിക്കാനും നിയമപരമായ പോരാട്ടം നടത്താനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. കാരണം വൈഷ്ണ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങിയത് CPM-ന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ CPM കോർപ്പറേഷൻ ഭരിച്ചപ്പോൾ 2ാം സ്ഥാനത്തെത്തിയത് BJP ആയിരുന്നു. ഇത്തവണ BJP-യെയും CPM-നെയും മറികടന്ന് കോൺഗ്രസ് കോർപ്പറേഷനിൽ അധികാരം പിടിക്കും എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. കാരണം അത്തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളുടെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചു. കോൺഗ്രസിൻ്റെ സ്റ്റാർ ക്യാമ്പയിനർമാർ എല്ലാം തന്നെ തിരുവനന്തപുരത്ത് പ്രചരണത്തിനായി എത്തുന്നു. ശശി തരൂർ MP-യെ പോലെ, രമേശ് ചെന്നിത്തലയെ പോലെയുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗങ്ങൾ പ്രചരണത്തിനെത്തുന്നു. K മുരളീധരൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. MM ഹസനെ പോലെയുള്ള AK ആന്റണിയെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പഴുതടച്ചുള്ള പ്രചരണ നടത്തുന്നതിനൊപ്പം തന്നെ വൈഷ്ണ സുരേഷിനെ പോലെ, നീതുവിനെ പോലെ, KS ശബരിനാഥിനെ പോലെയുള്ള, നേമ ഷജീറിനെ പോലെയുള്ള സ്ഥാനാർത്ഥികൾ, ഗോപുനെയർ ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികൾ വലിയ ഒരു ഇമ്പാക്റ്റാണ് തിരുവനന്തപുരത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ്. CPM-ന് മാത്രമല്ല BJP-ക്കും അത് വലിയ തലവേദനയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം എന്ത് വില കൊടുത്തും തള്ളണമെന്ന ഒരു തീരുമാനത്തിലേക്ക് CPM നേതൃത്വം എത്തിയത്. അതിന് കോർപ്പറേഷനിലെ ഭരണസ്വാധീനമടക്കം ഉപയോഗിച്ച് CPM നടത്തിയ നെറികെട്ട നീക്കത്തിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് വൈഷ്ണ സുരേഷിന്റെ വോട്ടുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണം. പക്ഷേ ഇത്തരത്തിൽ ഒരു പരാതി കൊടുത്ത വ്യക്തി എന്തെങ്കിലും തരത്തിൽ ഒരു സ്വീകാര്യനായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു എത്തിക്സ് ആ പരാതി നൽകിയ ആളിന് വേണം. പക്ഷേ ഈ പരാതി നൽകിയ ആളുടെ വീട്ടു നമ്പറിൽ മാത്രം 22 വോട്ടുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ വാർഡിൽ CPM-ന് ജയിക്കാൻ വേണ്ടി കള്ള വോട്ടുകൾ ചേർത്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതിന് മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇതിന് മറുപടി പറയേണ്ടത് CPM നേതൃത്വമാണ്. കോൺഗ്രസിൻ്റെ ഒരു ചെറുപ്പക്കാരിയായ, അല്ലെങ്കിൽ കേവലം 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്ഥാനാർത്ഥിയെ CPM ഇത്രത്തോളം ഭയക്കുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മറ്റ് സ്ഥാനാർത്ഥികളെ, ശബരിനാഥിനെയും നേമ ഷജീറിനെയും അടക്കമുള്ള സ്ഥാനാർത്ഥികളെ CPM-ഉം BJP-യും എത്രത്തോളം ഭയക്കുന്നു എന്ന് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു.
CPM മാത്രമല്ല വൈഷ്ണവ് സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തെ BJPയും ഭയന്നിട്ടുണ്ട്. കാരണം ഈ സ്ഥാനാർത്ഥിക്കെതിരെ നേരത്തെ തന്നെ വ്യക്തിപരമായ അധിക്ഷേപം അടക്കം ഉന്നയിക്കാൻ CPMും BJPയും മത്സരിച്ച് തയ്യാറായിരുന്നു. അവർക്ക് കിട്ടിയ ഒരു പിടിവള്ളി ഈ തെരഞ്ഞ വോട്ടർ പട്ടികയിലെ പേരാണ്. ഇത് വെച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. CPMനോട് ഇപ്പോഴും കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ അടക്കം പറയുന്നത് മത്സരിച്ച് ജയിക്കാൻ CPMനെ വെല്ലുവിളിക്കാണ്. വൈഷ്ണവ് സുരേഷിനോട് മത്സരിച്ച് ജയിക്കാൻ ത്രാണിയില്ലാത്ത ചർച്ച ചെയ്യുന്നതെന്ന് വൈഷ്ണവ് പറയുന്നുണ്ടല്ലോ. തീർച്ചയായും അത് മത്സരിച്ച് ജയിക്കാൻ ത്രാണിയില്ലാത്ത CPM കുബുദ്ധിയിലൂടെ അല്ലെങ്കിൽ പിൻവാതിലൂടെ ഈ പെൺകുട്ടിയുടെ വോട്ട് ഇല്ലാതാക്കി മത്സരത്തിൽ നിന്ന് പിന്മാറ്റാനാണ് ശ്രമിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം കഴിഞ്ഞിട്ടില്ല. കൂടാതെ CPM അല്ല ഇവിടെയുള്ള അന്തിമ കോടതി. ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ശക്തമായ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഒരു അടി പോലും മാറി നിൽക്കില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് കേസിനകത്ത് കോൺഗ്രസിന് വിജയിച്ചേ മതിയാകൂ. ഒരു ഭാഗത്ത് വൈഷ്ണവ് സുരേഷിനെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ മത്സരിപ്പിക്കണം എന്നത് മാത്രമല്ല 22 വോട്ട് ഒരു വീട്ടു നമ്പറിൽ ചേർത്ത CPM നേതാവിന്റെ ആ വോട്ടുകൾ തള്ളിക്കേണ്ട ഉത്തരവാദിത്വവും ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഇത്തരത്തിൽ കള്ള വോട്ടുകളിലൂടെ കോർപ്പറേഷൻ നിലനിർത്താനാണ് CPM ശ്രമിക്കുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ CPM വലിയ അങ്കലാപ്പിലാണ്. കാരണം നിലവിലെ CPM ഭരണസമിതിക്കെതിരെ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ വലിയ വിമർശനങ്ങളുണ്ട്, അഴിമതി ആരോപണങ്ങളുണ്ട്, മേയർക്കെതിരെ നിരവധിയായ ആരോപണങ്ങളുണ്ട്. മറ്റൊരു പ്രതിപക്ഷമായ BJPക്കെതിരെ വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. BJPയുടെ കൗൺസിലർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം BJPയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു സജീവ പ്രവർത്തകർ ആത്മഹത്യ ചെയ്ത സാഹചര്യമുണ്ടായി. തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് വലിയ വിഭാഗീയ പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം BJPക്ക് വിനയാണ്. CPMന് ഒരു ഭാഗത്ത് വിഭാഗീയ പ്രവർത്തന, മറുഭാഗത്ത് നഗരസഭയിലെ അഴിമതികൾ. ഇതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് കോൺഗ്രസിന്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തിരുവനന്തപുരം നഗരസഭ കാണുന്നത്. കൃത്യവും വ്യക്തതയുമുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി നഷ്ടപ്പെട്ടു പോയ തിരുവനന്തപുരം നഗരസഭയിലെ പ്രതാപം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് പോരാടിയപ്പോഴാണ് ഇത്തരത്തിൽ കളവ് പ്രചരിപ്പിച്ച് കള്ളപ്രചരണങ്ങളുമായി CPM രംഗത്ത് വന്നത്. അതിന് ഉദ്യോഗസ്ഥർ കൂടി കുടപിടിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ തിരുവനന്തപുരത്ത് വികസന നേട്ടം മുന്നോട്ട് വെച്ച് വിജയിക്കാനാകില്ലെന്ന് CPMന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും CPMനെ സംബന്ധിച്ചിടത്തോളം വികസനം എന്ന പേര് പറഞ്ഞ് തിരുവനന്തപുരത്ത് വോട്ട് ചോദിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് കൃത്യമായി അറിയാം. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച ഈ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന അവർ തന്നെ വിശേഷിപ്പിച്ച ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിരവധിയാണ്. പാർട്ടിക്കകത്ത് ആര്യക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഇത്തവണ അരയും തലയും മുറുക്കി തിരുവനന്തപുരം കോർപ്പറേഷനിൽ രംഗത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ എന്ത് വില കൊടുത്തും പിടിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ. അവിടെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നേർക്കുനേർ നേരിടാൻ കഴിയാതെ CPM ഇത്തരത്തിൽ വളഞ്ഞ വഴി സ്വീകരിക്കുന്നത്. പക്ഷേ CPM ഒരു വഴി സ്വീകരിക്കുമ്പോൾ സ്വന്തം പാത വൃത്തിയാക്കി വെക്കണം, അല്ലെങ്കിൽ സ്വന്തം പാതയിലെ കല്ലും മുള്ളും എടുത്തു മാറ്റണം. ഇത് ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു വീട്ടു നമ്പറിൽ 22 വോട്ടുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ പുറത്തു വന്ന കണക്കാണ്. ഇത്തരത്തിൽ ഏതെല്ലാം വാർഡുകളിൽ വോട്ടുകൾ ചേർത്തിട്ടുണ്ട്, കോൺഗ്രസ് ഇത് സംബന്ധിച്ച് കൃത്യമായി വോട്ടർ പട്ടിക പഠിക്കുകയാണ്. എന്തായാലും ഇത് നിയമ പോരാട്ടത്തിലേക്കാണ് പോകുന്നത്. ഹൈക്കോടതി എടുക്കുന്ന നിലപാട് തന്നെയായിരിക്കും ഈ കേസിനകത്ത് നിർണായകമായി മാറുക.